എല്ലാവരും ഭജനം എടുക്കണം. സൺഡേ ക്ലാസ് ഇരിക്കുന്നല്ലേ, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. ഒരനുഗ്രഹം കിട്ടിയില്ല. ആരാ തീയിൽ കൂടി? ന്യായാധിപന്മാർ ന്യായപരിപാലനം നടത്തുന്ന കാലം. തീയിൽ കൂടി യഹൂദ രാജാവായിരുന്ന യഹോവയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാമത്തെ ആണ്ടിൽ നെബൂഖദ്നേസർ, ഇതിവിടെ എല്ലാവരും കേൾക്കണം, പെന്തിക്കോസ്തുകാർ കേട്ടാട്ട്. നെബൂഖദ്നേസർ എന്താ ചെയ്തത്? യെരൂശലേമിനെ ആക്രമിച്ചു. 4 പേരെ കൊണ്ടുപോയി. പിള്ളേരെല്ലാം കേട്ടാട്ട്. അതിലൊരുവൻ ദാനിയേൽ, തന്റെ പ്രിയപുരുഷൻ, ബാബേൽ സൈനിക കോളേജ്, 3 പേരെ ചെറുപ്പക്കാർ, ശദ്രക്, മേശക്, അബേദ്നെഗോഗ്. ഇവരെവിടാ കൊണ്ടുവന്നത്? എല്ലാ പെന്തിക്കോസ്തുകാരും കേൾക്കണം. രാജാവിന്റെ കൊട്ടാരത്തിനകത്ത് പാദസേവകരായി. ഇവരെവിടെ ചെന്നാലും ദൈവത്തെ ഉയർത്തും. എല്ലാവരും കേട്ടാട്ടെ. എന്താ സംഭവിച്ചെന്നറിയാമോ? കൊട്ടാരത്തിലെ കിങ്കരന്മാർക്ക് ഇവരെ ഇഷ്ടമല്ലായിരുന്നു. അവരെന്താ ചെയ്തതെന്നറിയാം? രാജാവിനോട് പറഞ്ഞു, യവന്മാർ യെരൂശലേമിൽ നിന്ന് വന്നവരാ, ഇവരെല്ലാ കാര്യങ്ങളും അനുസരിക്കത്തില്ല. 10 ദിവസത്തെ ഉപവാസം, ശാഖപദാർത്ഥങ്ങൾ എല്ലാം കൊടുത്തു. ഉപവാസം 10 ദിവസം. 10 ദിവസം കഴിഞ്ഞപ്പോഴും കുഞ്ഞുങ്ങളെ നോക്കി. വലിയ കുഴപ്പമില്ല. കർത്താവിന്റെ കൃപയാൽ ആത്മാവിൽ മുട്ടുമടക്കുന്നവൻ 10 ദിവസം നല്ല ആഹാരം കഴിച്ചില്ലെങ്കിലും നല്ല വസ്ത്രം ഉടുത്തില്ലെങ്കിലും അവന്റെ വായിലെ വാക്ക് കേട്ടാൽ, അവന്റെ സന്തോഷത്തിന്റെ വാക്ക് കേട്ടാൽ ഏവർക്കും അനുഗ്രഹം. സ്തോത്രം. രാജാവ് അവരെ വിളിച്ചു. 10 ദിവസം ഇലക്കറികൾ കഴിച്ചിട്ടും ഇവിടെ പെന്തിക്കോസ്തുകാർ കേൾക്കാനോ? ഇലക്കറികൾ കഴിച്ചിട്ട് ഒരു കുഴപ്പം ഉണ്ടായില്ല. രാജാവ് പറഞ്ഞു, നിങ്ങൾ 10 ദിവസം ഫാസ്റ്റിംഗ് അല്ലായിരുന്നു, നല്ല ഫുഡ് നിങ്ങൾക്ക് തരാം, നല്ല ടേബിൾ ഒരുക്കാം. കുഞ്ഞുങ്ങളെ വിളിച്ചു. കൊട്ടാരത്തിനകത്ത് നല്ല ഫുഡ്, നല്ല ചിക്കൻ 65 ബാക്കിയല്ല. ഇവന്മാർ 3 ഇങ്ങനെ അങ്ങോട്ട് നോക്കും, പുറകോട്ട് നിൽക്കുക. രാജാവിന്റെ ആൾക്കാർ ചോദിച്ച്, എന്താടാ കുഞ്ഞെ കഴിക്കാത്ത? അപ്പൊ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്. രാജാവേ, കിങ്കരന്മാര്, പിതാക്കന്മാർ ഞങ്ങളോട് വച്ച പ്രമാണത്തിന് വിരുദ്ധമായി മേശയ്ക്കകത്ത് ചിലത് കാണുന്നു, അതുകൊണ്ട് ഞങ്ങളെ കഴിക്കത്തില്ല. എന്നെ പോലുള്ള ഉപദേശിമാരിനെ ഹല്ലേലൂയ പാടി എല്ലാം ചാപ്പിട്ടേനെ. മനസ്സിലാക്കുന്നവർക്ക് സ്തോത്രം. പ്രമാണക്കകത്ത് കയറിയവൻ എല്ലാം കഴിക്കത്തില്ല. പ്രമാണം അകത്ത് കയറിയവൻ എല്ലാം കുടിക്കത്തില്ല. പ്രമാണം അകത്ത് കയറിയവൻ എല്ലാം ഉടുക്കത്തില്ല. മനസ്സിലാക്കുന്നവർക്കായി അവർക്ക് വേണ്ടിയ സ്തോത്രം. നിക്കട്ടെ. ഇവിടെ തന്നെ പ്രമാണം അകത്ത് കയറിയവൻ എല്ലാം കുടിക്കുകയല്ല, പ്രമാണം അകത്ത് കയറിയവൻ എല്ലാം ഉടുക്കത്തില്ല, പ്രമാണം അകത്ത് കയറി എല്ലാം മേശയിൽ ഒരുക്കത്തില്ല. മലനാട് കൺവെൻഷൻ കേട്ടാട്ടെ. സ്തോത്രം. ചില വർഷങ്ങൾക്ക് മുമ്പ് സാധാരണ കൺവെൻഷൻ പോയാൽ വളരെ നേരത്തെ വരും. ഭാഷന് അറിയാം. ഇന്നലെ എത്ര നേരത്തെ ഞാൻ ഇവിടെ വന്നു, നോട്ടെല്ലാം എഴുതി, 1 ഗ്ലാസ് ചായ ഇവിടുന്ന് 2 കപ്പ് കാപ്പിയോടെ കുടിച്ചിട്ട് ആ സ്റ്റേജിൽ കയറിയ നല്ല പോളിംഗ് ആയിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ഞാൻ മലനാട് കൺവെൻഷന് 6:15 ചെന്നത്. 6:15 ചെന്നപ്പോൾ അവർ ചോദിച്ച് വിശ്രമിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, വിശ്രമിക്കേണ്ട, മൈക്ക് തരണമെന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പം കാറിനകത്തിരുന്ന് ഉടുപ്പ് മാറി. ഞാൻ സ്റ്റേജിൽ ചെന്നപ്പോൾ അമ്മാമേ ഒരുത്തൻ നിന്ന് പാടുന്നു, ബർമൂഡ ഇട്ടുകൊണ്ട്. സന്തോഷമില്ലല്ലോ? സ്തോത്രം. കേൾക്കണം ഭാഷ. സ്തോത്രം. ബർമൂഡ ഇട്ടുകൊണ്ട് യേശു വരാൻ കാലമായി. ഞാൻ ഒരു 4 മണിക്കൂർ വണ്ടി യാത്ര ചെയ്തെൻ്റെ പെരുപ്പ്. ഞാൻ അവിടെ സ്റ്റേജിൽ ചെന്നിട്ട് പാസ്റ്റോട് ചോദിച്ചു, ഞാൻ നിൽക്കണോ എവൻ പാടണോ എന്ന് ചോദിച്ചു. സ്തോത്രം. ബർമൂഡ ഇട്ടുകൊണ്ട് ഒരുത്തൻ സ്റ്റേജിൽ പാടുന്ന യേശു വരാൻ കാലമായി. പാഷ് പറഞ്ഞ് നല്ല പാട്ടുകാരനാണ്. ഞാൻ പറഞ്ഞു, ഏത് പാട്ടുകാരനാണ്? ഞാൻ ഇപ്പം എൻ്റെ ശരിയാവൊന്നും മിണ്ടുന്നില്ലെന്ന്. അപ്പോൾ അവനെ ആ പാട്ട് നിർത്തിയപ്പോൾ രഹസ്യമായിട്ട് ചോദിച്ചു, നിൻ്റെ ബാൻഡ് വല്ലതും ഉണ്ടോ എന്ന്. അവൻ പറഞ്ഞു, ബാൻഡ് ഇല്ലെന്ന്. ഞാനത് പരിഹാരം ഉണ്ടാക്കി. പാസ്റ്റോട് പറഞ്ഞു, മര്യാദയ്ക്ക് അവനെ സ്റ്റേജിൻ്റെ പുറകെ നിർത്ത്, പെയ്ത്തോമി പോയി ഒരു വെള്ളമുണ്ട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. സ്തോത്രം. വെള്ളമുണ്ട് കൊടുത്തിട്ട് അവൻ പാടിയത്. സ്തോത്രം. സ്റ്റേജിനകത്ത് ബർമൂഡ ഇട്ടുകൊണ്ട് യേശു വരാൻ കാലമായി. അവനെല്ലാം ദൈവം ഒതുക്കും. പച്ചയ്ക്ക് മനസ്സിലാകുന്നവർക്കായി നമ്മൾ ദൈവവചനം ഏറ്റെടുത്ത ദൈവമക്കളാണ്. വെള്ള ഇട്ടില്ലെങ്കിലും വേണ്ടിയല്ല, പരിജ്ഞാനത്തോടും ദൈവകൃപയോടും ആയിരിക്കണം. കണ്ടോ, അവർക്ക് വേണ്ടിയ ദൈവശക്തി ഇറങ്ങി വരുന്നത്. ദുരാസു സമഭൂമിക്കകത്തൊരു ബിംബമുണ്ടാക്കി. നെബൂഖദ്നേസർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനെ വണങ്ങാത്തവരെ എല്ലാവരും തീജ്വാലയ്ക്കകത്ത് വലിച്ചിടും, 7 മടങ്ങ് ചൂട് കൂട്ടും. എന്നാൽ ശദ്രക്കും മേശക്കും അബേദ്നെഗോഗും പറഞ്ഞൊരു കാര്യമുണ്ട്, ദുരാസു സമഭൂമിയിൽ വെച്ച് അമ്മച്ചി അച്ചായ കരമുയർത്തി, ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന യഹോവ ഞങ്ങളെ വിടുവിച്ചാലുമില്ലെങ്കിലും രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ ഞങ്ങൾ വണങ്ങത്തില്ല. എന്റെ അരുമயான കാലേ കൂട്ടായ്മ, എങ്ക ചർച്ചക്ക് ഗ്രൗണ്ടിലിരിക്കുന്ന ദേവ മക്കളെ, ക്യാൻസർ മാറിയാലും ഇല്ലെങ്കിലും ഞാൻ ദൈവത്തെ ഉയർത്തും. കോഴിക്കാനത്ത് വീട് കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ ദൈവത്തെ ഉയർത്തും. എന്റെ മക്കളുടെ കല്യാണം നടന്നാലും ഇല്ലെങ്കിലും ഞാൻ ദൈവത്തെ ഉയർത്തും. കരമുയർത്തുന്നവർക്കായി ആ മക്കൾക്ക് വേണ്ടിയ ദൈവപ്രവൃത്തി വരുന്നത്. സ്തോത്രം. എന്താ ചെയ്തതെന്നറിയാമോ? നിങ്ങൾ കേൾക്കണം. നല്ല വ്യക്തമായിട്ടൊരു കാര്യം ചെയ്തു. ഈ കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞു. പലരും പറയുന്നുണ്ട്, എന്താ 4-ാമതാ ദൂതൻ? അല്ല, കുഞ്ഞുങ്ങളെ കരമുയർത്തിയപ്പോൾ അഡ്വാൻസായി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി. ഇന്ന് പകൽ നിങ്ങൾ കേൾക്കണം, അവരകത്ത് വീണു തീജ്വാലയ്ക്കകത്ത്.
പക്ഷെ അഭിഷേകത്തിൽ കരമുയർത്തുന്നവൻ അകത്ത് വീണപ്പോൾ ദൂതൻ അവരെ വിടുവിച്ചു. പുറത്ത് തീ കൂട്ടിയവൻ ആ തീക്കകത്ത് വെന്തുപോയി. ദുഷ്ടൻ നിന്റെ മരണം കാണാൻ കാത്തു നിൽക്കും. നാട്ടുകാർ നിന്റെ പരാജയം കാണാൻ കാത്തു നിൽക്കും. നീ തകർന്നു പോകുന്നത് കാണാൻ മന്ത്രവാദി കാത്തു നിൽക്കും. അച്ചായ അമ്മാമ ഒന്നും ഭയപ്പെടരുത്. കരമുയർത്തി അപ്പച്ചന് മഹിമ കൊടുക്കുമ്പോൾ അഡ്വാൻസ് ആയി ദൈവത്തിന്റെ ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും എന്ന് പകൽ വിശ്വസിക്കുന്നവർക്കായി